ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദിനെ കുറിച്ചുള്ള അറിവാണ്. വഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിയുക, മനസ്സിലാക്കുക, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നല്ല. തൗഹീദിനെ കുറിച്ച് വിജ്ഞാനമില്ലാത്ത ഒരാൾക്ക് വിവരമുണ്ട്, വിജ്ഞാനമുണ്ട് എന്ന് ഇസ്ലാം പൂർണ്ണമായും അംഗീകരിക്കുന്നുമില്ല. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുത്തും വായനയൊന്നും തുടക്കത്തിൽ അറിഞ്ഞ ഒരാളായിരുന്നില്ല, ഉമ്മിയായിരുന്നു. അതിനേക്കാൾ എഴുത്തും വായനയും വിവരവും അറിവുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിയോഗികളായ ആളുകൾ. പക്ഷെ അവർക്ക് വിവരമുണ്ട് എന്ന് അള്ളാഹു അംഗീകരിച്ചില്ല. എന്നല്ല, ഒരാളുടെ പേരെന്നെ അബൂജാഹിൽ എന്നായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കുന്ന വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നബിയേക്കാൾ കൂടുതൽ വിവരം എല്ലാ കാര്യത്തിലും അവർക്കുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരമുണ്ട് എന്നൊരാൾക്ക് അംഗീകരിക്കണമെങ്കിൽ അടിസ്ഥാന വിവരം അള്ളാഹു ഏകനാണ് എന്ന വിവരം അറിയലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിലാക്കലാണ്. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള അറിവ്, ജ്ഞാനമുണ്ടാവുക എന്ന് പറയുന്നു. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇബ്രാഹിം അലൈഹിസ്സലാം നിർവഹിച്ച പ്രതിജ്ഞയാണല്ലോ നമ്മളെല്ലാ നിസ്കാരത്തിലും നിർവഹിക്കുന്നത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതാണ്. ഈ പ്രതിജ്ഞ ലോകാവസാനം വരെ മുസ്ലിങ്ങൾ അവരുടെ നമസ്കാരത്തിൽ, അധിക മുസ്ലിങ്ങളും, എല്ലാ മുസ്ലിങ്ങളുടെയും പ്രാരംഭ പ്രാർത്ഥന അങ്ങനെയല്ല, വേറെയും പ്രാരംഭ പ്രാർത്ഥനകളുണ്ട്. ഇവിടെ അധിക മുസ്ലിങ്ങളും ഈ പ്രതിജ്ഞയാണ് നിർവഹിക്കുന്നത്. ആ പ്രതിജ്ഞയുടെ ഖാതലും എന്താണ്? തൗഹീദിൽ ഉറച്ചു നിൽക്കുക എന്ന ആഹ്വാനമാണ്, പ്രതിജ്ഞയാണ്. ശിർക്കിനെ നിരാകരിക്കലാണ്. ഒരു വിശ്വാസിയുടെ അടിസ്ഥാന നിലപാട് അതാണ്. തൗഹീദിൽ ഉറച്ചു നിൽക്കുക, ശിർക്കിൻ്റെ എല്ലാ ഭാവങ്ങളെയും നിരാകരിക്കുക. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാം ഇതിനു വേണ്ടിയാണ് നിലകൊണ്ടത്. ഇബ്രാഹിം നബിയുടെ ജീവിതം തൗഹീദിന് വേണ്ടിയുള്ള ജീവിതമാണ്. തൗഹീദിന് വേണ്ടിയുള്ള സമരത്തിൻ്റെ ചരിത്രമാണ്. കുടുംബത്തെയും സമൂഹത്തെയും എതിർത്ത് നിൽക്കേണ്ടി വന്നപ്പോഴും അടിയുറച്ച് അദ്ദേഹം തൗഹീദിൽ നിന്നു. അതുപോലെ തൗഹീദിനു വേണ്ടി നിലകൊണ്ടു. തൗഹീദ് എന്ന ആശയമാണ് ഇസ്ലാമിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത്.